നമ്മളിപ്പോൾ ഈ വന്ന ഞങ്ങൾ വെച്ച അഭിപ്രായങ്ങളും ഇവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അടുത്ത 15 ദിവസം ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം എടുക്കും പ്രോസസ്സ് ചെയ്യാൻ. ജനങ്ങളുടെ അഭിപ്രായം കൂടെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വളരെ ജനാധിപത്യപരമായിട്ടാണ് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിപ്രായപ്പെടൽ നടത്താം. അത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഒരു 2 മാസം എല്ലാം കൂടി ഒരു 2 മാസം കൊണ്ട് എല്ലാം കൂടി ഒരു പരമാവധി ഒരു 3 മാസം കൊണ്ട് ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്ക് ഈ നയം എത്തിക്കാൻ കഴിയും. അത് കഴിഞ്ഞുള്ള നിയമസഭയിലേക്ക് ഈ നയം അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയൊരു കഠിന പരിശ്രമം ഞങ്ങൾ ഇത്രയും നാൾ നടത്തി. ആ പരിശ്രമം ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നടത്തി ഇത് പൂർത്തീകരിക്കും. ഇതൊരു ചരിത്ര ദൗത്യമാണ്. മലയാള സിനിമയുടെ 100-ാം വർഷം, 98 വർഷം കഴിഞ്ഞ് 100-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് അഭിമാനിക്കാൻ പറ്റും. ഒരു കൃത്യവും വ്യക്തവുമായ ഒരു നയം, അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹായമുള്ള ഒരു വലിയ ഒരു സെക്ടറായി, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു സെക്ടറായി മലയാള സിനിമാ മേഖലയെ മാറ്റാൻ ഞാൻ കഴിയും. ഇന്ന് സത്യത്തിൽ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത SK മനസ്സിലാക്കേണ്ടത് സിനിമാ മേഖല വെന്റിലേറ്ററിലാണെന്നാണ് പലരും അവിടെ സങ്കടത്തോടെ പറഞ്ഞത്. ഒരുപാട് തിയേറ്ററുകൾ പൂട്ടിപ്പോയി. അത്ര വെന്റിലേറ്ററായി കിടക്കുന്ന ഒരു മേഖലയെ ജീവൻ വെപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തി ഓടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാക്ടീസായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ 100-ാമത് വർഷം തീർച്ചയായിട്ടും ലോക സിനിമയുടെ മുമ്പിൽ കേരളത്തിൻ്റെ സിനിമാ മേഖല ശക്തീകരിക്കപ്പെടും എന്നൊരു ഒരു സംശയം വേണ്ട. അതിഗംഭീരമായ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത്. ഒരു ചോദ്യം കൂടി നമ്മുടെ ഈ ചെറിയ സംസാരം അവസാനിപ്പിക്കുന്ന മുമ്പ്, ഇന്നലെ ഈ നമ്മുടെ ഈ സിനിമാ കോൺക്ലേവിന്റെ വേദിയിൽ അടൂർ നടത്തിയ ഒരു പരാമർശം, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് സംവിധായകരും സിനിമാ പ്രവർത്തകരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രവേശം ഈ പരാമർശം ഒഴിവാക്കാമായിരുന്നു എന്നൊരു വിഭാഗം വളരെ മെച്ചൂർഡായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം അടൂരിനെ പോലെ ലോകമറിയുന്ന ഒരു സംവിധായകനെ ഏതെങ്കിലും ഒരു പരാമർശത്തിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതും ശരിയല്ല എന്നതും മറ്റൊരു കാര്യം. അങ്ങയുടെ ഈ കാര്യത്തിലെ ഒരു നിലപാടെന്താണ്? ഞാൻ അദ്ദേഹം പറഞ്ഞ പരാമർശം എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ പറഞ്ഞ വിഷയത്തിൽ ഞാൻ കൃത്യമായ മറുപടി ഗവൺമെൻറ് വേണ്ടി പറയുകയും ചെയ്തു. ഒരു വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ പറഞ്ഞു. അതായത് ഞങ്ങളുടെ നിലപാട്, അതായത് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനോടൊപ്പമാണ്. ഈ മലയാള സിനിമയുടെ 98 വർഷത്തിനിടയിൽ എത്ര പട്ടികജാതി പട്ടികവർഗക്കാർ മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് വന്നു, എത്ര സ്ത്രീകൾ മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് വന്നു, എത്ര ട്രാൻസ്ജെൻഡേഴ്സ് മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് വന്നു, എത്ര അംഗവൈകല്യമുള്ളവർ മലയാള സിനിമയുടെ മുഖ്യധാരയിലേക്ക് വന്നു. ഈ ഗൗരവമേറിയ പ്രശ്നമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പരിശോധിച്ചത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആ വിഭാഗത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി 1.5 കോടി രൂപ വീതം ഞങ്ങൾ 2 സിനിമ എടുക്കാൻ പട്ടികജാതി പട്ടികവർഗത്തിന് കൊടുത്തു. ഒരു വർഷം അങ്ങനെ 3 കോടി രൂപ വനിതകൾക്ക് നമ്മൾ കൊടുത്തു. അങ്ങനെ 5 സിനിമ വനിതകളും 4 സിനിമ പട്ടികജാതി പട്ടികവർഗ വിഭാഗവും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾ അനുവദിച്ചത്. അങ്ങനെ വേണ്ട 9 സിനിമ ഇതിനോടകം മലയാളത്തിലിറങ്ങി. ഈ 9 സിനിമയും ഇറങ്ങിയത് മനോഹരമായ സിനിമകളാണ്. അത് നല്ല മൂല്യമുള്ള സിനിമകളാണ്, നല്ല കണ്ടൻറ്റുള്ള സിനിമകളാണ്. സർ, ഇതിനകത്ത് കാണേണ്ട പ്രശ്നം, ഈ സിനിമകളെല്ലാം കൃത്യമായി പരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റിയെ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. ആ കമ്മിറ്റിയുടെ കൃത്യമായ പരിശോധന അടിസ്ഥാനത്തിലാണ് ഈ കഥ പരിശോധിച്ച്, മൂല്യം പരിശോധിച്ച്, അതിൻ്റെ മെറിറ്റ് പരിശോധിച്ചാണ് ഇവർക്ക് നമ്മൾ അനുവാദം കൊടുത്തിട്ടുള്ളത്. സാർ അവിടെ അടൂർ സാറ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു സിനിമയ്ക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ ഒക്കെ ചിലവായിട്ടുള്ളൂ. പക്ഷേ വർത്തമാനകാലത്ത് 100 കോടിയിൽ കൂടുതൽ രൂപ ചിലവാകുന്ന ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു 100 കോടി 200 കോടിയിലേക്ക് പോകുമ്പോൾ എനിക്ക് ഞെട്ടലാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും നമ്മുടെ കേരളത്തിൽ എങ്ങനെ ഈ സിനിമ നിർമ്മിക്കും? അതുകൊണ്ട് സിനിമ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സർക്കാർ പണം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈ 1.5 കോടി രൂപ എന്നുള്ളത് 2-3 പേർക്കായിട്ട് കൊടുത്ത് ട്രെയിനിങ് കൊടുക്കണം, 2-3 പേർക്കായിട്ട് കൊടുക്കണം. പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്ന പണത്തിനകത്ത് പുള്ളി എതിരൊന്നുമല്ല പറഞ്ഞു, 2-3 പേർക്കായിട്ട് കൊടുക്കാം. വനിതകൾക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ട്രെയിനിങ് കൊടുക്കണം. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, ഈ 1.5 കോടി എന്ന് പറഞ്ഞൊരു വലിയ തുകയല്ല, 1.5 കോടിയേക്കാൾ കൂടുതൽ ചെലവ് വരുന്നൊരു കാലത്ത് സാറിനത് ആ കാര്യത്തിൽ സാർ എത്രമാത്രം മനസ്സിലാക്കുന്ന രീതിയില്ല. കാരണം ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ സാർ അധികം ഇടപെടുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ട് അത് മാത്രമായിട്ടാണ്, അല്ല അതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മലയാള സിനിമയിൽ ലോക സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു വാഗ്ദാനമാണ്, കേരളത്തിൻ്റെ സംഭാവനയാണ്. അങ്ങനെ ഒരിക്കലും ഒരു ഇടുങ്ങിയ മാനസികാവസ്ഥ സംസാരിക്കുന്ന ആളല്ല. പക്ഷേ പുള്ളി അദ്ദേഹത്തിൻ്റെതായ ഒരു വേർഷൻ പറഞ്ഞു. അതിൻ്റെ മറുപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ നിലപാട് കൃത്യമായി മന്ത്രി എന്നുള്ളതിൽ ഞാൻ വിശദീകരിക്കുകയും ചെയ്തു.
ആ പ്രശ്നം അങ്ങനെ അവസാനിക്കുകയും ചെയ്തു. അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വളരെ വളരെ നന്ദി ശ്രീ സജി ചെറിയാൻ. അങ്ങയ്ക്ക് അങ്ങെടുത്ത നീക്കവും സംസ്ഥാന സർക്കാർ എടുത്ത നീക്കവും തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇത് തങ്കലിപികളിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ സിനിമാ നയം രൂപീകരിക്കുമ്പോൾ ഇരട്ടി ജാഗ്രത ഉണ്ടാകട്ടെ എന്നുകൂടി ഞങ്ങൾ പറയുന്നു. താങ്ക് യു. ഈ ചെറിയൊരു അഭിമുഖത്തിനായി മോർണിംഗ് ഷോയിൽ പങ്കെടുത്തതിന് താങ്കൾക്ക് പ്രത്യേകം നന്ദി.